ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ഇന്ന് 3:30 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ AKG സെന്ററിൽ ചേരുകയുണ്ടായി. യോഗം പരിശോധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നത്തെ ലോക സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം ലോക പോലീസ് എന്ന സ്ഥാനത്ത് നിന്ന് അമേരിക്കൻ നിലപാടിനെതിരായ സമീപനം സ്വീകരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും തകർക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ ആരംഭിച്ച യുദ്ധത്തെ തുടർന്ന് 1000-ലധികം പേർ മരണപ്പെട്ടു കഴിഞ്ഞിട്ട് ഇന്നത്തെ വാർത്ത 1000-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ്. കഴിഞ്ഞ ദിവസം പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൊല ചെയ്യപ്പെട്ട വാർത്ത വരികയുണ്ടായി. 165 കുട്ടികൾ ഈ അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ഇറാനിലെ ഈ കുട്ടികളാണ്, ഒരു തെറ്റും ചെയ്യാത്ത, ഭാവിയിൽ ആരൊക്കെയോ ആയിത്തീരേണ്ടുന്ന വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ് മരണപ്പെട്ടത്. അത്രയും ക്രൂരമായ നടപടികൾ ഇസ്രായേലിനെ ഉപയോഗിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്ത് നടന്നു വരികയാണ്. ലോകരാജ്യങ്ങളിൽ ധാരാളം മലയാളികൾ താമസിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ലോക കേരള സഭ അംഗങ്ങളെ ഓൺലൈൻ മീറ്റിംഗ് വഴി ബന്ധപ്പെട്ടു. വിവിധ സംഘടനാ പ്രതിനിധികളായി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം നാടാകെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായി ലോക ജനത ആകെ ഒന്നിച്ചു നിൽക്കേണ്ടുന്ന സന്ദർഭമാണിത്. ഇന്നത്തെ ഈ യുദ്ധസ്ഥിതിഗതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായിട്ട് എതിർക്കുകയും പ്രതിഷേധിക്കുകയും സമാധാനത്തിന് വേണ്ടി ലോക ജനത ഒന്നിച്ചു നിൽക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ലോക കേരള സഭയുടെ പൊതു സന്ദേശവും ജനങ്ങളുടെ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അമേരിക്കൻ ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ കേരളത്തിൽ 3 ബഹുജന റാലികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് 6 വൈകിട്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനത്തും, മാർച്ച് 7 കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലും, മാർച്ച് 8 തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലുള്ള നായനാർ പാർക്കിലും വമ്പിച്ച ബഹുജന റാലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ ബഹുജന കൂട്ടായ്മയായിട്ടാണ് ഈ റാലി സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്ന് കേരളത്തിലുടനീളം യുദ്ധത്തിനെതിരായി ജനങ്ങളെ അണിനിരത്തുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മലയാളികൾ
ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെയായി ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ, കുടുംബങ്ങൾക്ക് സമാധാന അന്തരീക്ഷം നൽകാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഈ സന്ദർഭത്തിൽ നിറവേറ്റണം. കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും കുടുംബങ്ങളെ കാണാനും ധാരാളം ആളുകൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട്. വിമാനങ്ങളെല്ലാം റദ്ദ് ചെയ്തതുകൊണ്ട് അവർക്ക് യാത്ര തുടരാൻ കഴിയുന്നില്ല. അത്തരം മലയാളികളെ ഇന്ത്യയിലെത്തിക്കണം, ഇന്ത്യക്കാരെ ഇന്ത്യയിലെത്തിക്കണം. അതിന് സഹായകരമായ നിലപാട്, മുൻകൈ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതുണ്ട്. സാധ്യമായ എല്ലാ സഹായങ്ങളും നടപടികളും സ്വീകരിക്കുമെന്ന് കേരള ഗവൺമെന്റ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ദുരിതമനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന ജനങ്ങളെ ആകെ ചേർത്ത് നിർത്തി മനുഷ്യ സമൂഹത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ എല്ലാ നടപടികളും തുടരണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ആ സമീപനമാണ് ഞങ്ങൾ പൊതുവെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തൊരു പ്രധാന വിഷയം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി വരികയാണ്. സീറ്റ് വിഭജന ചർച്ച തുടരുന്നുണ്ട്. മുന്നണിയിലെ എല്ലാ പാർട്ടികളും വളരെ സംതൃപ്തമായ നിലയിലാണ് പ്രശ്നങ്ങളെ സമീപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. തീയതി പ്രഖ്യാപിക്കുന്ന ദിവസം ഇപ്പോഴും അവ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഓരോ പാർട്ടിക്കും വിഭജിച്ച് നൽകിയ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രത്യേകമായി പ്രഖ്യാപിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വൻ വിജയം നേടുന്നതിന് സാധ്യമായ എല്ലാ തലത്തിലുമുള്ള സംഘടനാ പ്രവർത്തനം നടത്തി വരികയാണ്. ഈ സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നണിയുടെ ഉജ്ജ്വലമായ വിജയം ഉറപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കാണ്. ജനങ്ങളുടെ നല്ല പിന്തുണ ലഭിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ വീടുകൾ സന്ദർശിക്കുന്ന ഗൃഹസന്ദർശന പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുണ്ട്. വീടുകൾ സന്ദർശിക്കുമ്പോൾ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ ഉണ്ടാകുന്നത്. വീട് സന്ദർശനം പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ വീട് സന്ദർശനം പൂർണ്ണമാകും. ആ നിലയിൽ ജനങ്ങൾ നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കുകയും മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിന് നൽകിയ ഒരു ഉറപ്പ്, എല്ലാ ഉറപ്പുകളും പാലിക്കുകയാണ്. വയനാട് ദുരന്തത്തെ തുടർന്ന് സർവസ്വവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആദ്യഘട്ട ടൗൺഷിപ്പ് കേരളത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകൾ, 10,000-ങ്ങളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വയനാട്ടിലേക്ക് ഒഴുകുകയുണ്ടായി. ജനങ്ങൾ വലിയ തോതിൽ അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഗവൺമെന്റ് ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. പട്ടയം നൽകുന്നതിൽ കേരളം റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. വീടില്ലാത്തവർ, സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിലും 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഇപ്പോൾ വീട് നൽകി കഴിഞ്ഞു. ഈ കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റ് നല്ല നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് തന്നെ
ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ശേഷിക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കത്തക്ക നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഭരണ തുടർച്ച ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്. അതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ്. അത് പേരാമ്പ്ര ഒരു സീറ്റായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് പേരാമ്പ്രയില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയുടെ പേരും പ്രഖ്യാപിക്കും. ഞാനതിന് ഉത്തരം പറഞ്ഞില്ലേ? അല്ല, ഒരാളെ കാര്യവും ഇപ്പോൾ പ്രത്യേകം എടുത്ത് പറയാൻ കഴിയില്ല. അത് ഈ എലക്ഷൻ പ്രഖ്യാപിച്ച് ഞാൻ നിങ്ങളിന്നില്ല എന്നാ ഞാൻ വിചാരിച്ചത്. നേരത്തെ ഇവിടെ കണ്ടിട്ടില്ല. എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഒരു കാലതാമസവും വരാതെ ഞങ്ങളെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പറയൽ ഇടതുപക്ഷ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആകാം എന്നുള്ളത്. ആരും എന്നോട് ചോദിച്ചില്ലേ ഷീറ്റ് പട്ടിയൊക്കെ ആയിട്ടാ വന്നതെന്നുള്ളത്. ആ പട്ടിയൊക്കെ എന്റെ കയ്യിൽ റെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പറച്ചിൽ നമുക്ക് എലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം പറയാം. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളോട് പറയും. വലിയ തർക്കവും പ്രശ്നങ്ങളൊന്നുമില്ല. ആരും ഒരാൾ ഞാൻ പറഞ്ഞതിൽ ആ ഉത്തരവുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. നമുക്ക് ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ച തുടരുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, അത് ഒന്നായിട്ട് എനിക്ക് വേറെ പ്രത്യേകം അടർത്തി പറയാൻ കഴിയില്ല. കേരളം ഒന്നിച്ചുള്ള കാര്യം ഞങ്ങൾ പറയും നിങ്ങളോട്. അല്പം വെയിറ്റ് ചെയ്താൽ മതി. എപ്പോഴാണോ ഇപ്പൊ നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെന്ന് വിചാരിക്കാം. നാളെ പറയും. അപ്പൊ അതുവരെ അത്രത്തോളം ഞങ്ങൾ റെഡിയാണ്. പക്ഷെ പറച്ചിൽ ഒന്നിച്ച് പറയാന്ന് മാത്രം. അല്ല, അങ്ങനെ നിങ്ങൾ ഇത്രയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന എന്തിനാ? ഞങ്ങൾ കഴിയുന്നതും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്നപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചിട്ട് നമ്മുടെ തീരുമാനം പറയാം എന്നാണ്. ആ അർത്ഥത്തിൽ മാത്രം അതിനെടുത്ത്. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി നേരത്തെ അങ്ങ് പറഞ്ഞു പോയി അതൊരു മഹാപാതകമായി പോയി അങ്ങനെയൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൊത്തത്തിൽ കാര്യങ്ങൾ ഒന്നിച്ചു പറയാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറയും. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയേണ്ടത്. അദ്ദേഹം വിസ്മയം തീർത്ത് പോവുകയാണല്ലോ. അത് ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അദ്ദേഹം അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയാം. അത് തന്നെയാണ് ഒരു പ്രധാന വിസ്മയം. അത് ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിൽ സ്വീകരിക്കാത്ത നിലയിൽ അഭിപ്രായങ്ങൾ മാറി മാറി പറഞ്ഞ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുക. അതാണോ അദ്ദേഹം ഉദ്ദേശിച്ച വിസ്മയം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും ഒരു വിസ്മയം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെല്ലാം, ഈ കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അനുഭവപ്പെടുമല്ലോ. അപ്പൊ അതിൽ നിങ്ങളെല്ലാം പരിശോധിക്കുക എന്താ വിസ്മയം എന്നുള്ളത്. നിങ്ങളെല്ലാം പരിശോധിക്കുക. ഞങ്ങൾക്ക് അതിന്റെ ഒരു ഉത്കണ്ഠയൊന്നുമില്ല. അല്ല, അത് കേരള കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായം പറയേണ്ടത് കേരള കോൺഗ്രസ് തന്നെയാണ്. വേറെ UDFന്റെ നേതാക്കന്മാരോ LDF നേതാക്കന്മാരോ അല്ല പറയേണ്ടത്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവരിത് തുടരുകയാണ്, ഉറച്ചു നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ എല്ലാ നടപടികളും അവർ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ നിലപാട് കേരള കോൺഗ്രസ് ചെയർമാൻ, സ്റ്റേറ്റ് ചെയർമാൻ ശ്രീ ജോസ് കെ മാണി തന്നെ
ഇവിടെ പത്രക്കാരോടും വിശദീകരിച്ചിട്ടുണ്ട്, ഈ നാടിന്റെ മുമ്പിലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാടാണ് അവർ തുടരുന്നത്. ഇന്നത്തെ മുന്നണി യോഗത്തിൽ അവർ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ? സതീശന്റെ ജാഥയും ഇതുമായിട്ടെന്താ ബന്ധം? CPIM-ന്റെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നത് അതിന്റെ ഒരു സംഘടനാപരമായ പ്രക്രിയയുടെ ഭാഗമാണ്. അതൊരാൾക്ക് മെമ്പർഷിപ്പ് പുതുക്കാനും പുതുക്കാതിരിക്കാനും അവകാശം ഓരോ അംഗത്തിനുമുണ്ട്. അതും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനോ അതുപോലുള്ള മറ്റു പ്രശ്നങ്ങളായിട്ടൊന്നും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കൽ നടപടിക്രമങ്ങൾ അവസാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമേ മെമ്പർഷിപ്പ് പുതുക്കുന്ന പ്രക്രിയ അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതൊന്നും പൂർത്തീകരിക്കാതെ, മെമ്പർഷിപ്പിന്റെ സ്കൂട്ടനി പൂർത്തീകരിക്കാതെ പാർട്ടി മെമ്പർഷിപ്പിന്റെ എന്താണ് നില എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ നില. അല്ല, പാർട്ടി സെക്രട്ടറിയെ നിങ്ങൾ മിക്കവാറും ദിവസം കാണുന്നല്ലേ. അദ്ദേഹം ഇതിനെല്ലാം വിശദീകരണം നടത്തുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം കണ്ടില്ലാന്ന് തോന്നുന്നില്ല. ഇന്ന് പത്രസമ്മേളനം, നാളെ കാണും. അപ്പൊ അദ്ദേഹം തന്നെ വിശദീകരിക്കും എന്താണെന്നല്ല. ഒരാളെയും താഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ വില കുറച്ചിട്ടോ സമീപിക്കുന്ന പ്രശ്നം പാർട്ടിക്കില്ല, പാർട്ടി നേതൃത്വത്തിനില്ല. ആ നിലപാടാണ് ഗോവിന്ദ മാഷും പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അല്ല, അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് മാറി നിൽക്കാം, പാർട്ടി അനുഭവം തുടരാം. അങ്ങനെ എത്രയോ ആളുകളില്ലേ പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകളെല്ലാം പാർട്ടിക്ക് വിരുദ്ധരായിട്ടൊന്നുമില്ല, ഒരു പാർട്ടിയുടെ ഭാഗമായി തന്നെ തുടരുന്നുണ്ട് മഹാഭൂരിപക്ഷം. അതിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെടുന്ന വിഷയമല്ല, പാർട്ടിയുമായി ബന്ധപ്പെടുന്ന വിഷയമാണ്. അത് പാർട്ടി സെക്രട്ടറി തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കും. LDF-നെ ബാധിക്കാനൊന്നും പോകുന്നില്ല. LDF-ല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനത്തോട് എന്തെങ്കിലും ഭിന്നത ആരെങ്കിലും പ്രകടിപ്പിച്ചതായി എന്റെ ശ്രദ്ധയിലില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ യോജിച്ച നിലപാട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ആ തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കും ഒരു കാര്യവും ബാധിക്കുന്നതല്ല. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ നില. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. തുടരുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഒറ്റയും പൂർത്തീകരിച്ചില്ല എന്നാ ഞാൻ പറയുന്നത്. ചർച്ച പൂർത്തീകരിച്ചിട്ടില്ല. വിവിധ പാർട്ടികളുമായിട്ടുള്ള ചർച്ച നല്ല വിജയകരമായിട്ടാണ് മുന്നോട്ട് പോയത്. ചില നീക്കുപോക്കുകളൊക്കെ ചില സമയത്ത് ഉണ്ടാക്കേണ്ടി വരും. അത് വീണ്ടും ആലോചിക്കേണ്ടി വരും, വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. അത്രേ പ്രശ്നമുള്ളൂ. കാര്യമായിട്ടുള്ള ഒരു വിഷയമില്ല. അത് ഞങ്ങൾ തീരുമാനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നിപ്പം ഇന്നോ നാളെയോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന നില വന്നു കഴിഞ്ഞാൽ ഇന്ന് പറയുമായിരുന്നു. ഞാൻ പറയാനുള്ള എല്ലാ കടലാസും എന്റെ അടുത്ത് റെഡിയാ. അതുകൊണ്ട് ഇതൊന്നും ആരും സ്വകാര്യമായിട്ട് ചിത്രം എടുത്തുകൊണ്ട് പോയിക്കളല്ലേ. ഏത് പരസ്യമായ എല്ലാ പ്രവർത്തനങ്ങളും തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷമേ നടക്കുള്ളൂ. അങ്ങനെയുള്ളൊരു നിലപാടാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിക്കുന്നത്. ശരി, ഓരോ പാർട്ടിക്കും എത്ര മണ്ഡലങ്ങൾ എന്നുള്ളത് മുന്നണി തീരുമാനിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടിയും അതത് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതാണ് സാധാരണ രീതി. അല്ല, അതൊക്കെയാണ് പരിശോധന. അങ്ങനെ എന്തെങ്കിലും നീക്കുപോക്കുണ്ടോ ഇല്ല എന്നുള്ളത് പരസ്പരം ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം പറയും. ആരാത്? ആന്റണി രാജുവിന്റെ ഒരു കേസ് നിലനിൽക്കാം. ആ കേസിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കട്ടെ. അതിനുശേഷമേ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കാൻ കഴിയും. ഈ കേരള കോൺഗ്രസ് കുറെ ഉണ്ടേ, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. സംശയം എന്താ? അങ്ങനെയൊന്നും അതിനെ കാണില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. സീറ്റുകളുടെ നീക്കുപോക്കും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതല്ല ആ ചർച്ചകളെല്ലാം ഞങ്ങൾ പൂർണ്ണമാക്കി കഴിഞ്ഞിട്ടില്ല.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM മാത്രമല്ലല്ലോ, മറ്റു പാർട്ടികളും ഇല്ലേ, സ്വതന്ത്രരല്ലേ, ഇതെല്ലാം ചേരുന്നതല്ലേ മുന്നണി. അപ്പൊ ശരി, നമുക്ക് വീണ്ടും കാണണ്ടേ? ഓക്കെ. ഡേറ്റ് ഇന്ന് ഇട്ടിട്ടില്ല. അത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു നിലപാടും കൂടി നോക്കിയിട്ട് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു സബ് കമ്മിറ്റിയെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രകടന പത്രിക തയ്യാറാക്കി കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യും. അപ്പൊ ഓക്കെ, ശരി.